ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് മുളന്തുരുത്തി, നമ്മുടെ വീടിനടുത്ത് തന്നെ എൻ്റെ സ്വന്തം വീടായ നാടായ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ്. മുളന്തുരുത്തിയിൽ ഞങ്ങളുടെ വീടിൻ്റെ താഴത്ത് തന്നെയുള്ള ഒരു വലിയ പുഞ്ചപ്പാടമാണ് നിങ്ങളെ കാണിക്കുന്നത്. ആ പുഞ്ചപ്പാടത്തിൻ്റെ സമീപത്ത് തന്നെയായിട്ട് നല്ലൊരു റെയിൽവേ, അതെ, മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അതുവഴി ട്രെയിനിൽ നമ്മൾ മുളന്തുരുത്തി സ്റ്റേഷനിൽ നിന്നാണ് നമ്മൾ നേരത്തെയൊക്കെ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം, തൃശ്ശൂർ, അതുപോലെ പാസഞ്ചർ ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ സ്കൂളുകളിലെല്ലാം പോയിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഈ റെയിൽവേ പാളത്തിലൂടെയാണ്. അന്ന് കട്ടയായിരുന്നു. കട്ടയിൽ ചാടി നമ്മൾ കുട്ടികളെല്ലാം പോയിക്കൊണ്ടിരുന്നു. അതുപോലെ തന്നെ നാട്ടിൻ പ്രദേശത്ത് കുളങ്ങളുണ്ട്, ധാരാളം കുളങ്ങളുണ്ട്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുളം ഉണ്ടായിരുന്നു. ആ കുളത്തിന് റെയിൽവേ കുളം എന്നാണ് പേരിട്ടിരുന്നത്. അവിടെയായിരുന്നു ഞങ്ങളെല്ലാവരും ചാടിത്തുള്ളി കുളിച്ചിട്ട് സ്കൂളിൽ പോയിരുന്ന കാഴ്ചയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ദൃശ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ പാടശേഖരം. ട്രെയിൻ മുന്നിൽ ഇത് കണ്ടോ, ഇത് നമ്മുടെ പാടത്തെ ഈ പൂക്കളാണ്. നല്ല ഭംഗിയാണ് ഈ പൂക്കൾ. അതുപോലെ തന്നെ ഈ മഞ്ഞ പൂക്കൾ, അതുപോലെ പാടം. ഈ പാടത്തിനക്കരെ കടന്നാലാണ് നമ്മുടെ ഇത് പെരുമ്പള്ളി എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ പാടത്തിന് ഇക്കരെ മുളന്തുരുത്തി, അക്കരെ ഭാഗം ഇതാണ്. ട്രെയിൻ വരുന്ന സമയം ഏതാണ്ട് അടുത്തു. അതുപോലെ തന്നെ നിറച്ച് തെങ്ങാണ് ഇവിടെ, നിറച്ച് തെങ്ങാണ്. നമുക്ക് തേങ്ങയ്ക്കൊന്നും ഒരു ക്ഷാമവുമില്ല. അപ്പോൾ അങ്ങനെ തേങ്ങയുണ്ട്. അതുപോലെ തന്നെ പണ്ട് ഈ പാടം നെല്ല് വിളഞ്ഞു കിടന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾക്കെല്ലാം ഒത്തിരി വേല ചെയ്ത് അവർക്ക് വീടുകളിൽ നെല്ല് കൊയ്ത് കൊണ്ടുപോയി മെതിച്ച് ഉണക്കി കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഇത്ര പറ നെല്ല് അളന്നിരുന്നു. അത് ഒരു വലിയ ക്രിസ്ത്യൻ കുടുംബം ഉണ്ടായിരുന്നു. ആ കുടുംബമൊക്കെ ഇന്ന് വേറിട്ട് പോയി എന്ന് തന്നെ വേണം പറയാൻ. മക്കളുടെ കാലഘട്ടമായപ്പോഴത്തേക്കും അവരെല്ലാം ടൗണിൽ ജോലിയായി. അങ്ങനെ അവർ പോയതിന് ശേഷം ഇപ്പം ആ വീടൊക്കെ അടച്ചിട്ടേക്കുകയാണ്. അതുപോലെ തന്നെ അതൊക്കെ വിറ്റു. കുറച്ച് വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുത്തു. അങ്ങനത്തെ അവസ്ഥയിലേക്കാണ് വരുന്നത്. അതുപോലെ നമ്മൾ ഈ പാടത്തിൽ കൂടെ നടന്നാണ് പണ്ട് ഓണപ്പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് ഇരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓണപ്പൂക്കളെല്ലാം പറിച്ച് നമ്മൾ പൂവിടുമ്പോൾ, ഇത് കമ്മൽ പൂവാണ്. ഈ പൂ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് കമ്മൽ പൂവാണ്. ഈ കമ്മൽ പൂവാണ് അന്ന് പാടത്തുകൂടെ നടന്ന് പറിച്ച് നമ്മൾ ഓണപ്പൂക്കളം അതുപോലെ തന്നെ ഇതാണ് പോളയുടെ പൂക്കൾ, വയലറ്റ് നിറമുള്ള പോളയുടെ പൂക്കൾ. അപ്പോൾ ഇതിലെ ട്രെയിൻ ഗതാഗതമുണ്ട്. പക്ഷേ ഇതുവരെ ഒരു ട്രെയിൻ വന്നില്ല. ട്രെയിനും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തത്. എല്ലാവർക്കും ഈ പ്രദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. ട്രെയിൻ വരുന്നുണ്ട്. നമുക്ക് ട്രെയിനും കൂടെ കാണിക്കാനായിട്ട് ഉള്ള ഒരു ഭാഗ്യം കിട്ടി. അപ്പം ഈ ട്രെയിൻ നേരെ പോകുന്നത് തിരുവനന്തപുരത്തിനാണ്. അതുപോലെ തന്നെ മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിൽ ഈ ട്രെയിൻ ഏകദേശം കുറച്ച് സമയം മാത്രമേ നിർത്തിയിടുകയുള്ളൂ. അങ്ങനെ കുറച്ച് സമയം നിർത്തിയിട്ടിട്ട് അവിടെ നിന്ന് അത്യാവശ്യം വേണ്ടവരൊക്കെ പെട്ടെന്ന് കയറും. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മാത്രമേ ആ ട്രെയിന് നിർത്തിയിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ട്രെയിൻ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി. നമ്മുടെ ട്രെയിൻ വരാൻ തുടങ്ങി. ആ ട്രെയിനിൻ്റെ കാഴ്ച നമുക്ക് കാണാം. ട്രെയിൻ പോകുന്നത് കേട്ടോ. ഈ ട്രെയിനിലാണ് പണ്ടൊക്കെ നമ്മൾ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള റെയിൽവേ. അപ്പോൾ ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.